ടാറ്റയൊക്കെ പറഞ്ഞ് പോകുന്നത് എങ്ങോട്ടാന്നല്ലേ? ഇന്നാണ് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന ഡേറ്റ്. ഡ്യൂ ഡേറ്റ് വരുന്നത് ഒക്ടോബർ 8 നമ്മളോട് ഇന്നേ അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് ഞാനുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഞങ്ങൾ 3 പേരും കൂടിയാണ് പോകുന്നത്. അവിടെ OP ഷീറ്റ് എടുക്കണമായിരുന്നു. നല്ല ക്യൂ ആയിരുന്നു. 350 ടോക്കൺ നമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗൈനക്കിൻ്റെ കാഷ്വാലിറ്റി കാണിച്ചു, അഡ്മിറ്റിന് എഴുതി തന്നവർ. അങ്ങനെ നമ്മളെ ബുധനാഴ്ചത്തെ OPയിലുള്ള വാർഡിലോട്ടേക്കാണ് ആദ്യം എഴുതിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ശനിയാഴ്ചത്തെ OPയാണ് കാണിച്ചുകൊണ്ടിരുന്നിരുന്നത്. പുറത്ത് വണ്ടി ഒത്തിരി നേരം നിർത്തിയിടാൻ പറ്റാത്തതുകൊണ്ട് അച്ഛൻ വേഗം സാധനങ്ങൾ ഇറക്കിയിട്ട് കാറ് പാർക്ക് ചെയ്യാൻ പോയി. അപ്പോഴത്തേക്കും ഞാൻ അമ്മയും സാധനങ്ങളൊക്കെ മുകളിലേക്ക് എത്തിച്ചു. വരാന്തയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, ബെഡൊന്നും ഒഴിവില്ലായിരുന്നു. ഉച്ച കഴിഞ്ഞാൽ നമ്മളെ ശനിയാഴ്ചത്തിൻ്റെ വാർഡിലോട്ട് മാറ്റുന്നതാണ് പറഞ്ഞിരുന്നത്. പിന്നെ തൽക്കാലം ഞങ്ങൾ അവിടെ ഇരുന്നു. അമ്മ പൊതിച്ചോറൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് അത് കഴിച്ചു. അമ്മ മനോരമ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉച്ച എന്ന് പറഞ്ഞിട്ട് സന്ധ്യ ആയപ്പോഴാണ് ഞങ്ങളെ താഴത്തെ വാർഡിലോട്ട് മാറ്റിയത്, ശനിയാഴ്ച OPൻ്റെ വാർഡിലോട്ട് മാറ്റിയത്. അപ്പോൾ ഞങ്ങൾക്ക് ബെഡൊക്കെ കിട്ടി. പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാണ്ടായിരുന്നു കുറച്ച്, അപ്പോൾ അതിനൊക്കെ കൊടുക്കാനായിട്ട് പോയി. യൂറിൻ ടെസ്റ്റ് ഉണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ തന്നെ അനു എത്തിയിട്ടുണ്ടായിരുന്നു. അവൾ ഇൻഷുറൻസ് ഒക്കെ റെഡിയാക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. രാത്രി ഞങ്ങൾ ഫുഡ് കഴിച്ചു, എല്ലാവരും കിടക്കാനായിട്ടുണ്ടായിരുന്നു. രാത്രി ഉറക്കമൊന്നും വരുന്നില്ലായിരുന്നു. പിന്നെ 12:15 ഞാൻ കുളിച്ചു, മുടിയൊക്കെ താഴോട്ടിട്ട് ഉണക്കാനും വേണ്ടിയിട്ട്. രാവിലെ 8 തൊട്ടിട്ട് വൈകുന്നേരം 6 മണി വരെ ഇവിടെ വെള്ളം ഉണ്ടാവില്ല എന്ന് അനൗൺസ് ചെയ്തിരുന്നു. എന്നാലും ഇന്ന് വെള്ളമൊന്നും പോയിട്ടില്ല കേട്ടോ. വെള്ളം ഉണ്ടായിരുന്നു, പക്ഷേ തലേന്ന് അനൗൺസ് ചെയ്തുകൊണ്ട് ഞാൻ രാത്രി തന്നെ കുളിച്ചെന്നുള്ളൂ. രാവിലെ ഡോക്ടർ റൗണ്ട്സിന് വരുമ്പോൾ നമ്മൾ വെള്ള മുണ്ടും ജമ്പറൊക്കെ ഇട്ട് നിൽക്കണം. അതുകൊണ്ടാണ് ആ വൈറ്റ് ഡ്രസ്സ് കണ്ടത് കേട്ടോ. ഉച്ചയ്ക്ക് അമ്മ പൊതിച്ചോറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് പൊതിച്ചോറിൽ മാന്തക്കറി, മാന്ത പൊരിച്ചതും പച്ചക്കറി ഉപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു, ക്യാബേജിൻ്റെ. അപ്പോൾ അതൊക്കെ കഴിച്ചു. വൈകുന്നേരം ആയപ്പം പാലും വെള്ളവും ഒരു ബ്രെഡിൻ്റെ സാൻഡ്വിച്ച് പോലത്തെ ഉണ്ടായിരുന്നു, അതും കഴിച്ച് കുറച്ച് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കാനിറങ്ങി. ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് നോയ്സസ് കേൾക്കാം, കാരണം ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ടാണ് അത്. ഷുഗർ കൂടുതലുള്ളതുകൊണ്ടായിരുന്നു നേരത്തെ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഷുഗറും കാര്യങ്ങളൊക്കെ നോർമലാണ്. അപ്പോൾ ഡെലിവറീൻ്റെ ഡേറ്റ് എന്നാന്നുള്ളത് ഇപ്പോഴും കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കാം. അച്ചേട്ടൻ അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു, അച്ചേട്ടനെ കണ്ടു. ഒരുപാട് പേര് വിളിച്ച് അന്വേഷിക്കാറുണ്ട് ഡെലിവറി കഴിഞ്ഞോ ആയോ എന്നൊക്കെ ഉള്ളത്. ആയിട്ടില്ല ഇതുവരെ. വൈകിട്ട് ഇൻസുലിൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ചപ്പാത്തിയും ചിക്കൻ്റെ കറി ഉണ്ടായിരുന്നു, അത് 2 കൂടിയും കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.